भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ അഷ്ടാശീതിതമോऽധ്യായം. രാജോവാച. ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജാ നതു ലക്ഷ്മ്യാ പതിം ഹരിം. ഏതദ്വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹാൻ ഹി ന വിരുദ്ധശീലയോ പ്രഭോർവിരുദ്ധാ ഭജതാം ഗതി. ശ്രീശുക ഉവാച. ശിവശക്തിയുതശ്ശ്വൽ ത്രിലിംഗോ ഗുണസംവൃത വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ. തതോ വികാരാ അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാമശ്നുതേ ഗതിം. ഹരിർഹി നിർഗുണ സാക്ഷാൽ പുരുഷപ്രകൃതേ പര സ സർവദൃഗുപദ്രഷ്ട്രാ തം ഭജൻ നിർഗുണോ ഭവേൽ. നിവൃത്തേഷ്വേശ്വമേധേഷു രാജായുഷ്മൽപിതാമഹ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛതി തമച്യുതം. സ ആഹ ഭഗവാംസ്തസ്മൈ പ്രീതഃ ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യദോ കുലേ. ശ്രീഭഗവാനുവാച. യസ്യാഹമനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈ തതോ ധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം. സ യദാ വിതഥോദ്യോഗോ നിർവിണ്ണസ്യാദ്ധനേ ഹയാ മൽപരീകൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം. തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോ മാം സുദുരാരാധ്യം ഹിത്വാന്യാൻ ഭജത്തെ ജനാ. തതസ്ത ആശുതോഷേഭ്യോ ലബ്ധരാജ്യശ്രിയോദ്ധതാ മത്താ പ്രമത്താ വരദാൻ വിസ്മരന്ത്യവജാനത്തെ. ശ്രീശുക ഉവാച. ശാപപ്രസാദയോരീശ ബ്രഹ്മവിഷ്ണുശിവാദയ സദ്യ ശാപപ്രസാദോംഗ ശിവോ ബ്രഹ്മ ന ചാച്യുത. അത്ര ചോദാഹരന്തീമമിതിഹാസം പുരാതനം വൃഗാസുരായ ഗിരിശോ വരം ദത്വാപസങ്കടം. വൃഗോ നാമാസുരപുത്ര ശകുനേ പഥി നാരദം ദൃഷ്ട്വാശുതോഷം പപ്രച്ഛ ദേവേഷു ത്രിഷു ദുർമതി. സ ആഹദേവം ഗിരിശമുപധാവാശു സിദ്ധ്യസി യോൽപാഭ്യാം ഗുണദോഷാഭ്യാമാശു തുഷ്യതി കുപ്യതി.
ദശാസ്യ ബാണയോസ്തുഷ്ട സ്തുവതോർവന്ദിനോരിവ ഐശ്വര്യമതുലം ദത്വാ തത ആപസ്സു സങ്കടം ഇത്യാദിഷ്ടസ്തമസുര ഉപാധാവൽ സ്വഗാത്രത കേദാര ആത്മക്രവ്യേണ ജുഹ്വാനോഗ്നിമുഖം ഹരം ദേവോപലബ്ധിമാപ്രാപ്യ നിർവേദാൻ സപ്തമേഹനി ശിരോവൃഷ്ടൽ സ്വധിതിന തത്തീർത്ഥക്ലിന്നമൂർധജം തദാ മഹാകാരുണികസ്സധുർജടിര്യഥാ വയം ചാഗ്നിരിവോദ്ധിതോനലാത് നിഗൃഹ്യ ദോർഭ്യാം ഭുജയോർന്യവാരയൽ തൽസ്പർശനാൽ ഭൂയ ഉപസ്കൃതാകൃതി തമാഹ ചാങ്കാലമലം വൃണീഷ്വമേ യഥാഭികാമം വിതരാമി തേ വരം പ്രിയേ യതോ യേന നൃണാം പ്രപദ്യതാമഹോ ത്വയാത്മാ ഭൃശമർദ്യത്തെ വൃഥാ ദേവം സവവ്രേ പാപീയാൻ വരം ഭൂതഭയാവഹം യസ്യേസ്യ കരം ശീർഷ്ണി ധാസ്യേ സാ മ്രിയതാമിതി തച്ഛ്രുത്വാ ഭഗവാൻ രുദ്രോ ദുർമനാ ഇവ ഭാരത ഓമിതി പ്രഹസംസ്തസ്മൈ ദദേഹേരമൃതം യഥാ ഇത്യുക്തസോസുരോ നൂനം ഗൗരീഹരണലാലസ സ തദ്വരപരീക്ഷാർത്ഥം ശംഭോർമൂർധ്നിഖിലാസുര സ്വഹസ്തം ധാതുമാരേഭേ സോബിഭ്യൽ സ്വകൃതാച്ഛിവ തേനോപസൃഷ്ടസന്ദ്രസ്ത പരാധാവൽ സവേപധൂ യാവദന്തം ദിവോ ഭൂമേ കാഷ്ഠാനാമുദഗാദുദക് അജാനന്ദപ്രതിവിധിം തൂഷ്ണീമാസൻ സുരേശ്വരാः തതോ വൈകുണ്ഠമഗമൽ ഭാസ്വരം തമസഃ പരം യത്ര നാരായണ സാക്ഷാൽ ന്യാസിനാം പരമാഗതി ശാന്താനാം ന്യസ്തദണ്ഡാനാം യതോ നാവർത്തത്തെ ഗത തം തഥാ വ്യസനം ദൃഷ്ട്വാ ഭഗവാൻ വൃജിനാർദ്ദന ദൂരാൽ പ്രത്യുതിയാൽ ഭൂത്വാ വടുകോ യോഗമായയാ മേഖലാജിനദണ്ഡാക്ഷൈസ്തേജസാഗ്നിരിവജ്വലൻ അഭിവാദയാമാസ ച തം കുശപാണിർവിനീതവൽ ശ്രീഭഗവാനുവാച ശാകുനേയ ഭവാൻ വ്യക്തം ശ്രാന്ത കിം ദൂരമാഗത ക്ഷണം വിശ്രമ്യതാം പുംസ ആത്മായം സർവകാമധുക് യദി ന ശ്രവണായാലം യുഷ്മൽവ്യവസിതം വിഭോ ഭണ്യതാം പ്രായശ പുംഭിർധൃതൈ സ്വാർത്ഥാൻ സമീഹതേ ശ്രീശുക ഉവാച ഏവം ഭഗവതാ പൃഷ്ടോ വചസാമൃതവർഷിണാ ഗതക്ലമോ ബ്രവീത് തസ്മൈ യഥാ പൂർവമനുഷ്ഠിതം ശ്രീഭഗവാനുവാച ഏവം ചേത്തർഹി തദ്വാക്യം ന വയം ശ്രദ്ധധീമഹി യോ ദക്ഷശാപാൽ പൈശാച്യം പ്രാപ്ത പ്രേതപിശാചരാട് യദിവസ്തത്ര വിശ്രംഭോ ദാനവേന്ദ്ര ജഗദ്ഗുരൗ തർഹ്യംഗാശു സ്വശിരസി ഹസ്തം ന്യസ്യ പ്രതീയതാം യദ്യ സത്യം വചഃ ശംഭോ കഥഞ്ചിൽ ദാനവർഷഭ തദൈനം ജഹ്യസദ്വാജം ന യദ്വക്താനൃതം പുനാ ഇദ്ധം ഭഗവതശ്ചിത്രൈർവചോഭിः സസുപേശലൈ ഭിന്നധിർവിസ്മൃതശീഷ്ണി സ്വഹസ്തം കുമതിർവ്യധാൽ അധാപതൽ ഭിന്നശിരാവജ്രാഹതൈവ ക്ഷണാൽ ജയശബ്ദോ നമഃശബ്ദ സാധുശബ്ദോ ഭവദ്ദിവി മുമുചു പുഷ്പവർഷാണി ഹതേ പാപേ വൃകാസുരേ ദേവർഷി പിതൃഗന്ധർവാ മോചിത സങ്കടാച്ഛിവ മുക്തം ഗിരിശമഭ്യാഹ ഭഗവാൻ പുരുഷോത്തമ അഹോ ദേവ മഹാദേവ പാപോയം സ്വേന പാപ്മന ഹതക്കോ नु महर्षीश ജന്തുർവൈ കൃതകിൽബിഷ ക്ഷേമീ സ്യാൽ കിമു വിശ്വേഷേ കൃതാഗസ്കോ ജഗദ്ഗുരൗ യ ഏവമവ്യാകൃതശക്ത്യുദന്വത പരസ്യ സാക്ഷാൽ പരമാത്മനോ ഹരേ ഗിരിത്രമോക്ഷം കഥയേൽ ശൃണോതി വാ വിമുച്യത്തെ സംസൃതിഭിസ്തധാരിഭിः
ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുദ്രമോക്ഷണം നാമ അഷ്ടാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രണ്ടാണ്ടായി ഹരേ തവ കഥാസങ്കീർത്തനം വേണ്ട പോൽ കൊണ്ടെത്തിച്ചതു നീ മുരഹരേ സാനന്ദമേകും വിധം ഉണ്ടായി മമ മാനസത്തിലതിനാൽ അത്യന്തമാഹ്ലാദവും മണ്ടിയിടുന്നു മനം ഹരിപദം തേടിയിടുവാൻ സത്വരം. ഭാഗവത സ്വരൂപിയായ പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ അമൂല്യമായ അക്ഷരാനുഗ്രഹം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ രണ്ടാണ്ടായി ഹരേ എന്ന് ഇപ്പതാ ശ്ലോകം ചൊല്ലി 2 വർഷങ്ങൾ പൂർത്തിയാവുന്നു. 365 365 730 ദിവസങ്ങൾ പൂർത്തിയാവുന്നു. ഇന്ന് 730ാമത്തെ ദിവസമാണ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയുടെ ഇന്ന്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 88ാമത്തെ അധ്യായം, അതാണ് നമ്മൾ ഇപ്പതാ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുഖബ്രഹ്മർഷിയുടെ അടുത്തിരുന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ദേവാസുരമനുഷ്യേഷു യേ ഭജന്തി അശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യാ പതിം ഹരി. ദേവാസുരമനുഷ്യേഷു, ദേവന്മാര് അസുരന്മാര് മനുഷ്യര്, ഇവരിൽ യേ ചിലർ അശിവം ശിവം ഭജന്തി, ഭോഗരഹിതനായ എല്ലാ ഭോഗങ്ങളും ഉപേക്ഷിച്ച് ശിവനെ ഭജിക്കുന്നു. പ്രായേണ തേ അവർ ധനിനഹ, അവർ ധനവാന്മാരും അതേപോലെ ഭോജാഹ സുഖഭോഗമുള്ളവരുമാണ്. എന്നാൽ ലക്ഷ്മിയാപതി, ലക്ഷ്മിയുടെ പതിയായ സമ്പത്തിൻ്റെ ആ ദേവതയായ ലക്ഷ്മി, ലക്ഷ്മിയുടെ ഭർത്താവായ ഹരി, ആ ഹരിയെ ഭജിക്കുന്നവര് നതു, അവര് ധനികളല്ല, അതേപോലെ ഭോജന്മാരുമല്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ്. അഭയപ്രദനായ ഹരി ഭജിക്കുന്നവർക്ക് മുക്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ധ്യായേത് അജസ്രം ഹരിം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. അപ്പോ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, എല്ലാ ഭോഗങ്ങളും ഉപേക്ഷിച്ച് ദിഗംബരനായി ദേഹത്തൊരു വസ്ത്രം പോലും ഇല്ലാതെ ഇരിക്കുന്ന മഹാദേവൻ ശിവൻ, ആ ശിവനെ ദേവന്മാരിൽ ചിലരെ അല്ലെങ്കിൽ അസുരന്മാരിൽ മനുഷ്യരിലൊക്കെയുള്ള ആളുകൾ ഭജിക്കുന്നുണ്ട്. അവർക്ക് ധനാദി സമൃദ്ധികളൊക്കെ ഉണ്ടാവുന്നു, എല്ലാ തരത്തിലുള്ള ഭോഗങ്ങളും അനുഭവിക്കുന്നു. എന്നാൽ സകല സമ്പദ് സ്വരൂപിണിയായ ലക്ഷ്മീ ദേവിയുടെ, മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന, സകല കല്യാണ ഭോഗങ്ങളോടും കൂടിയ കല്യാണ സ്വരൂപനായിരിക്കുന്ന കാർമേഘവർണ്ണൻ ശ്രീഹരിയെ ആശ്രയിക്കുന്ന ആളുകൾ, ശ്രീഹരിയെ ഭജിക്കുന്ന ആളുകൾ, അവർ ധനമില്ലാത്തവരും സുഖമില്ലാത്തവരും അല്ലെങ്കിൽ ഭോഗങ്ങളില്ലാത്തവരുമാണ്. പ്രായേണ അവർ ദരിദ്രരാണല്ലോ. ഏതദ്വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹാൻഹിന വിരുദ്ധശീലയോ പ്രഭോർ വിരുദ്ധാ ഭജതാം ഗതി. അത് ഇവിടെ ഒരു സംശയം. വിരുദ്ധശീലയോ പ്രഭു, വിരുദ്ധമായ ശീലങ്ങളോടുകൂടിയ പ്രഭുക്കളെ ഭജിക്കുന്നവരുടെ ഗതി അല്ലെങ്കിൽ ഫലം വിരുദ്ധമായിട്ട് ഇതിൽ ന മഹാൻ സന്ദേഹ, ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. ഏതദ്വേദിതും ഇച്ഛാമ, അത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ശിവനും വിഷ്ണുവും ആ പരബ്രഹ്മമൂർത്തികൾ തന്നെയാണ്. വിഷ്ണു സർവമംഗളഭോഗങ്ങളോടുകൂടിയ ദേവൻ, ശിവൻ സർവഭോഗങ്ങളെയും ഉപേക്ഷിച്ച ദേവൻ.
എന്നാൽ ഇവർ അന്യോന്യം വിരുദ്ധ സ്വഭാവമുള്ളവരാണ്. അതേസമയം വിഷ്ണുവിനെ ഭജിക്കുന്ന ആളുകൾക്ക് സർവഭോഗ സമൃദ്ധിയും ശിവനെ ഭജിക്കുന്നവർക്ക് സർവഭോഗ ഹാനിയും ഉണ്ടാവുക എന്നുള്ളത് അത് സ്വാഭാവികം. അവരുടെ സ്വഭാവം ഭക്തന്മാർക്ക് കിട്ടുക എന്നുള്ളത്. എന്നാൽ നേരെ തിരിച്ചാണല്ലോ. അങ്ങനെ വരാൻ എന്താണ് കാരണം? വിഷ്ണുവിനെ ഭജിക്കുന്ന ആളുകൾക്ക് സർവഭോഗ ഹാനിയും ശിവനെ ഭജിക്കുന്ന ആളുകൾക്ക് സർവഭോഗ സമൃദ്ധിയും ഉണ്ടാവണു. എന്താണ് ഇതിന് കാരണം എന്നൊരു ചോദ്യം പരീക്ഷത്തിൽ നിന്നുണ്ടാവും. ശിശുബ്രഹ്മർഷി പറയുകയാണ്, ശിവ ശക്തിയുത ശശ്വൽ ത്രിലിംഗോ ഗുണസംവൃത വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ. ശശ്വൽ എപ്പോഴും ശക്തിയുതം, ആ ശക്തിയുതനായിരിക്കുന്ന ശക്തിയോടുകൂടിയ ശിവൻ, ത്രിലിംഗ മൂന്ന് ഗുണങ്ങളോടുകൂടിയവനും, ഗുണസംവൃത ഗുണത്താൽ ചുറ്റപ്പെട്ടവനുമാണ്. അഹം വൈകാരിക തൈജസ അഹങ്കാരം, അതേപോലെ സാത്വികം, തൈജസം രാജസം, താമസം. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അഹങ്കാരങ്ങൾ, മൂന്ന് വിധത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയവനാണ് നിത്യാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശിവൻ, ശക്തിയോടുകൂടിയ ശിവൻ. അതുകൊണ്ട് പ്രകൃതി ഗുണങ്ങളാൽ സംവൃതനാണ്. ആ മൂന്ന് ഗുണങ്ങൾ എന്തൊക്കെയാ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ആ മൂന്ന് ഗുണങ്ങളെ അധിവസിക്കുന്ന അഹങ്കാരം, സാത്വികം, രാജസം, താമസം. അതുകൊണ്ട് ഈ മൂന്ന് വിധ ഗുണങ്ങളെ അധിവസിക്കുന്ന ശിവനും മൂന്ന് വിധമായിരിക്കുന്ന ദേവനാണ്. വിഭൂതികൾ സത്വാദി മൂന്ന് ഗുണങ്ങളുടെ കാര്യങ്ങളാണ്. ഗുണഭേദം കൊണ്ട് ഭജിക്കുന്നവർക്കും വിഭൂതിഭേദം ഉണ്ടാവുന്നു. സത്വഗുണ സമ്പൂർണനും നിർഗുണനുമാണെന്നുള്ള അറിവോടുകൂടി ശിവനെ ഭജിച്ചാൽ അവർക്ക് ജ്ഞാനവും മോക്ഷവും ലഭിക്കും. തതോ വികാരാ അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാമശ്നുതേ ഗതിം. അതിൽ നിന്ന് ഷോഡശ വികാര 16 വികാരങ്ങൾ, രൂപഭേദങ്ങൾ ഉണ്ടായി. ഇവയിൽ കഞ്ചന ഓരോന്നിനെ ഉപധാവൻ ഭജിക്കുന്നവർക്ക് സർവാസാം വിഭൂതീനാം സകല വിഭൂതികളുടെയും ഫലത്തെ അനുഭവിക്കാൻ സാധിക്കും. അഹങ്കാരം 3 തരത്തിലാണ്. അതിൽ നിന്ന് 16 വികാരങ്ങൾ ഉണ്ടായി. സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് മനസ്സും, രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളും, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും ഉണ്ടായി. അപ്പോ 1, 10, 5, 16 ഇതൊക്കെ അഹങ്കാര കാര്യങ്ങളാണെന്നാണ്. ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന ദേവന്മാരെ വേറെ വേറെ പറയാതെ ഇന്ദ്രിയങ്ങളിൽ ഉൾപ്പെടുത്തി പറഞ്ഞു. അതുകൊണ്ടാണ് 16 എന്ന് പറയുന്നത്. ഇന്ദ്രിയ ദേവതകൾ 10 പേർ. അപ്പോ ദിക്ക്, വാതം, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാര്, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി. അശ്വിനി ദേവന്മാരെ ഒന്നായിട്ടാണ് പറയുന്നത്. ഈ 10 ദേവന്മാർക്ക് ഓരോ ഇന്ദ്രിയങ്ങളുടെയും നായകത്വം ഉണ്ട്. അതത് ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന വിഭൂതികൾ നൽകാൻ ഈ ദേവതകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ 10 പേരിൽ ആരെയാണോ ഭജിക്കുന്നത് ആ ദേവന് എന്ത് ഫലം കൊടുക്കാൻ സാധിക്കുമോ അത് കിട്ടും. ഇങ്ങനെ ദേവതാഭജനം കൊണ്ട് സർവവിഭൂതികളെയും പ്രാപിക്കാൻ സാധിക്കും. ഹരിർഹി, എന്നാൽ ഭഗവാനോ, ഹരി സാക്ഷാൽ ശ്രീഹരി വിഷ്ണു, നിർഗുണ സാക്ഷാൽ പുരുഷ പ്രകൃതേ പര. ഹരിർഹി നിർഗുണ സാക്ഷാൽ സ സർവദൃഗുപദ്രഷ്ട തം ഭജൻ നിർഗുണോ ഭവേ. എന്നാൽ ഹരിയോ നിർഗുണ, ഗുണാതീതനാണ്. പ്രകൃതിയിൽ നിന്ന് പരനായ സാക്ഷാൽ യഥാർത്ഥ പുരുഷനാണ്. അതുകൊണ്ട് അവൻ സർവദൃക്, എല്ലാത്തിനും സാക്ഷി, ഉപദ്രഷ്ട, സമീപത്തിരുന്ന് കാണുന്നവൻ. അതുകൊണ്ട് തന്നെ തം ഭജൻ, ആ വിഷ്ണുവിനെ ഭജിക്കുന്നവൻ നിർഗുണൻ ആയി മാറും. ഭവേ, ഗുണാതീതനായിട്ട് മാറും. ഗുണമില്ലാത്തവൻ എന്നല്ല, ഗുണങ്ങൾക്ക് അതീതനാണ് എന്നാണ്. ജ്ഞാനം മുതലായ 6 ഗുണങ്ങൾ തികഞ്ഞിട്ടുള്ളവനാണ്. അതുകൊണ്ട് സർവജ്ഞൻ, സർവസാക്ഷി ഭഗവാൻ എന്നൊക്കെ വിഷ്ണുവിനെ പറയുന്നത്. അപ്പൊ വിഷ്ണുവിനെ ഭജിക്കുന്ന പുരുഷൻ ഗുണബന്ധങ്ങളിൽ നിന്ന് മുക്തനാവും. അത് യുക്തമാണ്, അല്ലെ? വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും ഭേദം ഒട്ടും തന്നെ ഇല്ലെങ്കിലും ഗുണഭേദം കൊണ്ട് ശാന്തം, ഘോരം,
മൂഢം എന്നീ ഭാവങ്ങളുണ്ട്. ഒന്ന് സത്വഗുണമാണ്, മറ്റൊന്ന് തമോ ഗുണമാണ്, മറ്റൊന്ന് രജോ ഗുണമാണ്. അങ്ങനെ നിവൃത്തേഷ്വശ്വമേധേഷു രാജായുഷ്മൽ പിതാമഹ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛതി തമച്യുതം. അശ്വമേധേഷു നിവൃത്തേഷു, അശ്വമേധങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യുഷ്മത് പിതാമഹ, അങ്ങയുടെ മുത്തച്ഛനായ രാജാവ് സാക്ഷാൽ ധർമ്മപുത്രര് ഭഗവത ഭഗവാനിൽ നിന്ന് ധർമാൻ ശൃണ്വൻ, ധർമ്മങ്ങളെ കേൾക്കുന്നവനായിട്ട് അച്യുതം ഇതം അപൃച്ഛത്, അച്യുതനോട്, ആ ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് അങ്ങ് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ചോദിച്ചു. സ ആഹ ഭഗവാംസ്തസ്മൈ പ്രീത ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യദോ കുലേ. നൃണാം, മനുഷ്യർക്ക്, നിശ്രേയസാർത്ഥായ, മോക്ഷം ലഭിക്കാൻ, യദോ കുലെ, യദുകുലത്തിൽ, യാദവ് കുലത്തിൽ, യാ അവതീർണ, ആരാണോ അവതരിച്ചത്, സ ഭഗവാൻ പ്രഭു, ആ പ്രഭു, പ്രീത, സന്തോഷിച്ചിട്ട്, ശുശ്രൂഷവേ തസ്മൈ, കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന അങ്ങയുടെ മുത്തച്ഛനോട്, ധർമ്മപുത്രരോട് ആഹ പറഞ്ഞു. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ എന്തിനാ? ലോകത്തിൽ ആളുകൾക്ക് ഭഗവാന്റെ ലീലകൾ കണ്ട് ആസ്വദിക്കാനും ആനന്ദിക്കാനും അതിലൂടെ ആത്മജ്ഞാനത്തിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ്. മനുഷ്യരുടെ മായാമോഹത്തെ നീക്കി മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീലകളൊക്കെ തന്നെ. അങ്ങനെ ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണമൂർത്തി അങ്ങയുടെ പിതാമഹനെ കുറിച്ചുള്ള സന്തോഷം അത് ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇത്തരത്തിൽ മറുപടി പറഞ്ഞു എന്ന് പറയുകയാണ്. എന്താണ് ആ മറുപടി? ഭഗവാൻ പറയുകയാണ്, യസ്യാഹമനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈ തതോധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖ ദുഃഖിതം. അഹം യസ്യ അനുഗൃഹാമി, ഞാൻ ഏതൊരാളെയാണോ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നത്, തദ്ധനം, അവന്റെ ധനത്തെ, ശനൈ, മെല്ലെ മെല്ലെ അതിനെ ഇല്ലാതെയാക്കും. അങ്ങനെ വരുമ്പോ അധനം ദുഃഖ ദുഃഖിതം, ധനമില്ലാതെ ദുഃഖാനന്തരം ദുഃഖിക്കുന്ന ഇവനെ അസ്യ സ്വജന ത്യജന്തി, ഇങ്ങനെയുള്ള ആളുകളെ അവന്റെ ആളുകളൊക്കെ ഉപേക്ഷിക്കും. ഭഗവാൻ പറയുകയാണ്, എന്തിനാണ് ഈ ജനങ്ങൾ സ്വജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വജനങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ ഭഗവാൻ എന്തു ചെയ്യും? നമ്മളെ സ്വജനങ്ങൾ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയാണ്. എന്തിനാത്? അപ്പൊ എങ്ങനെയാത്? ധനമില്ലാതെയാവും നമ്മുടെ. ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്. അതേസമയം ഭഗവത് ഭക്തന്മാരായ ധ്രുവൻ, പ്രഹ്ലാദൻ തുടങ്ങിയവരൊക്കെ ധനമുള്ളവരായിരുന്നു, ബന്ധുത്വമുള്ള ആളുകളായിരുന്നു. അപ്പോ ഭഗവാൻ പറഞ്ഞതിനൊരു വിരോധം ഉണ്ടാവാം. പക്ഷെ ഭഗവാൻ പറയുകയാണ്, ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്നോട് ഭക്തി ഉണ്ടെങ്കിൽ അയാളാണ് എൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. അപ്പൊ വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ വിചാരിച്ചാലും വിഷയങ്ങളെ ഉടനെ പരിത്യജിക്കാൻ സാധിക്കാതെ പിന്നെയും 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 അതിൽ കുറേശ്ശെ ആസക്തിയുള്ളവരായിട്ട് നിൽക്കും. അപ്പൊ ആസക്തിക്ക് കാരണമായ ധനാദി വിഷയങ്ങളെ അപഹരിക്കുന്നത് തന്നെ ഞാൻ അവന് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ധ്രുവാദികൾക്ക് ആദ്യം വലിയ ഐശ്വര്യം നൽകിയാലും ക്രമേണ 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 അതിൽ ധ്രുവന് ആസക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. പരമാർത്ഥബോധം നൽകി ബന്ധമോക്ഷ സുഖാനന്ദത്തിൽ ആത്മാനുഭവത്തിലേക്ക് അവരെ എത്തിച്ചു. അപ്പൊ ഭഗവാൻ ആരെയാണോ അനുഗ്രഹിക്കുന്നത് അവരുടെ ധനാദി വിഷയങ്ങളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ ദോഷൈക ദൃക്കുകളാക്കി അവരെ മാറ്റുകയോ ചെയ്യും. അങ്ങനെ അവയെ പരിത്യജിപ്പിക്കും ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പൂർവ്വരൂപമാണത്. അപ്പൊ ധനാദികളെ അവർ ഉപേക്ഷിക്കുക, ധനാദികൾ നശിക്കുക. സത്യത്തിൽ അവർക്ക് അതുകൊണ്ടൊരു വിഷമം ഉണ്ടാവില്ല. എങ്കിലും ഉത്തരോത്തരം ഭക്ഷണത്തിന് പോലും ക്ലേശിക്കുന്നവരെ പോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലേക്ക് അവരെത്തുമ്പോൾ മറ്റുള്ളവർ അവരെ ഉപേക്ഷിക്കും. അങ്ങനെ ഈ ഭക്തന്മാരുടെ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്ന മക്കള്, ഭാര്യ, ധനം, ഗൃഹം, അധികാരം, ഇതൊക്കെ
അവരിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ പരമാത്മാ സാക്ഷാത്കാരം നേടും അവര് എന്നാണ്. സ്വയദാ വിതഥോദ്യോഗോ നിർവിണ്ണസ്യാധനേഹയാ മൽപരൈ കൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം. യഥാ എപ്പോഴാണോ അവൻ വിതഥോദ്യോഗ നിഷ്ഫലമായ പരിശ്രമത്തോടു കൂടിയവനായി മാറുന്നത്, അപ്പോൾ ധനേഹയ ധനത്തിനോടുള്ള അതിനുള്ള പ്രവൃത്തിയാൽ നിർവേദം പ്രാപിച്ചവനായി മാറും. മൽപരൈ എൻ്റെ ഭക്തന്മാരോട് മൈത്രിഭാവത്തിലേക്ക് അവൻ എത്തും. അത് എൻ്റെ അനുഗ്രഹമാണ് എന്നാണ്. ധനാദിനാശത്തിൽ ബന്ധുക്കൾ ഉപേക്ഷിച്ചാലും വീണ്ടും ധനം സമ്പാദിച്ച് ബന്ധുക്കളെ സന്തോഷിപ്പിക്കാം എന്ന് വിചാരിച്ച് ധനത്തിന് പരിശ്രമിക്കുമ്പോൾ ആ ധനം കിട്ടാതെയാക്കും ഞാൻ. അങ്ങനെ ധനാർജന പരിശ്രമത്തെ ഉപേക്ഷിക്കും. അപ്പൊ ധനമില്ലെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഭക്തന്മാര് അവരുമായി ബന്ധുത്വം വരും. അപ്പോ അവന്റെ നേരെ അനുഗ്രഹ ബുദ്ധിയോടുകൂടി ഞാൻ എന്ത് നൽകും? പരമാർത്ഥമായ ജ്ഞാനം നൽകും. ഇതാണ് എൻ്റെ അനുഗ്രഹം. തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോ മാം സുദുരാരാധ്യം ഹിത്വാന്യാൻ ഭജത്തെ ജന. പരമം സൂക്ഷ്മം ചിന്മാത്രം സത്ത് അനന്തകം തദ് ബ്രഹ്മ. സർവോത്കൃഷ്ടമായ സൂക്ഷ്മമായ ജ്ഞാനഘനമായിരിക്കുന്ന നാശമില്ലാത്ത അപരിച്ഛിന്നമായ ബ്രഹ്മത്തെ തസ്മൈ ദർശയാമി അവനായി ഞാൻ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് സുദുരാരാധ്യം ഏറ്റവും ആരാധിക്കാൻ അശക്യമായ എന്നെ വെടിഞ്ഞ് അന്യദേവന്മാരെ ജനം ആശ്രയിക്കണം. ഇവിടെ കാലദേശ വസ്തു പരിച്ഛേദരഹിതമായി നാശമില്ലാത്തതായി അതിസൂക്ഷ്മമായി ജ്ഞാനഘനമായി പരബ്രഹ്മം, ആ പരമാർത്ഥബോധം അവൻ തന്നെയാണ് എന്ന ആ ബോധ്യത്തിലേക്ക് ഞാൻ എത്തിക്കും. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ ആരംഭത്തിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവപ്പെടുമെങ്കിലും അവസാനത്തിൽ അവന് ബ്രഹ്മാനന്ദം നൽകും. പക്ഷേ ഈ സൂക്ഷ്മതത്വം മനസ്സിലാക്കാത്ത ആളുകള് എന്നെ ആരാധിച്ചാൽ ധനനഷ്ടമാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ച് എന്നെ ഉപേക്ഷിച്ച് മറ്റ് ദേവന്മാരെ, ശിവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, വരുണൻ തുടങ്ങിയവരെയൊക്കെ ഭജിക്കും. തതസ്ത ആശുതോഷേഭ്യോ ലബ്ധരാജ്യശ്രിയോദ്ധത മത്ത പ്രമത്ത വരദാൻ വിസ്മരന്ത്യവജാനതേ. അങ്ങനെ അനന്തരം അവര് ആശുതോഷേഭ്യ വളരെ സന്തോഷിക്കുന്ന, പെട്ടെന്ന് സന്തോഷിക്കുന്നവരിൽ നിന്ന് ലബ്ധരാജ്യശ്രിയ ലഭിച്ച രാജ്യൈശ്വര്യങ്ങളോടുകൂടി ഉദ്ധത മാർഗം വിട്ട് നടക്കുന്നവരായി, ഗർവിഷ്ഠന്മാരായി, മത്തന്മാരായി, പ്രമത്താഹ മനസ്സിരുത്താത്തവരായി വരം നൽകിയവരെ മറക്കും. അവജാനതെ അപമാനിക്കും. എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ഭജിക്കുന്നവര് ക്ഷിപ്രപ്രസാദികളായ ബ്രഹ്മാവ്, മഹാദേവൻ തുടങ്ങിയ ദേവന്മാരെ ഭജിക്കും. ആ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഐശ്വര്യം വന്നു കഴിയുമ്പോൾ അവർക്ക് ന്യായാന്യായ വിചാരമില്ലാതെയാവും. തന്നെ ശാസിക്കാൻ ലോകത്തിൽ ആരുമില്ല എന്ന ഗർവുണ്ടാവും. തങ്ങളുടെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് ചിന്ത ചെയ്യാതെ തോന്നിയത് കാട്ടി നടക്കും. എന്തിന്? തങ്ങൾക്ക് വരം നൽകിയ ദേവന്മാരെ പോലും മറക്കുകയും അപമാനിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. ഈ ഭഗവാന്റെ വാക്കുകൾ അതിനെ വേണ്ട പോലെ ഉദാഹരിച്ചും കൊണ്ട് ദൃഷ്ടാന്തപ്പെടുത്താൻ വേണ്ടി വൃകാസുരന്റെ കഥ പറയുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. അടുത്ത ശ്ലോകങ്ങളിൽ അതൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരിയോം.
ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര
ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.